രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞു. സഹോദരി പ്രിയങ്ക വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനം. വയനാടോ റായ്ബറേലിയോ എന്ന ചോദ്യം വോട്ടെണ്ണൽ പൂർത്തിയായ ജൂൺ 4 മുതൽ രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. ആ ചോദ്യത്തിനാണ് ഉത്തരം ലഭിച്ചത്. മണ്ഡലമൊഴിയുന്ന കാര്യത്തിൽ വലിയ സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ വിവിധ നേതാക്കളിൽ നിന്നും ഉണ്ടായത്. എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത ശേഷമാണ് റായ്ബറേലി നിലനിർത്തുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുത്തത്. യോഗത്തിന് ശേഷം വയനാട് മണ്ഡലം ഒഴിയുന്ന കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ രാഹുലിന് പകരം സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए, क्योंकि रायबरेली ये पहले से भी उनके बहुत नज़दीक है. उस फैमिली के साथ बड़ा जुड़ाव है वहाँ से, और पीढ़ियों से वहाँ पर वो लड़ते आए हैं. वायनाड से खाली सीट पे प्रियंका जी लड़ना चाहिए. പോരാടാനുള്ള ഊർജം തന്ന വയനാടിനോടുള്ള സ്നേഹം എന്നും ഉണ്ടാവുമെന്നും വയനാട്ടിലെ ജനങ്ങളോട് നന്ദിയുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. मेरा रायबरेली से और वायनाड से इमोशनल कनेक्शन है. पिछले 5 सालों में मैं वायनाड का एमपी था, और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया, तो उसके लिए मैं दिल से धन्यवाद करता हूँ और पूरी ज़िंदगी उसको याद रखूँगा. My doors are always open for you throughout the rest of my life, and I love every single person in Wayanad. രാഹുലിന്റെ അസാന്നിധ്യം അറിയിക്കാതെ വയനാടിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. बहुत खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. പ്രിയങ്ക മത്സരിക്കണമെന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടെന്നും രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് വയനാട്ടിലെത്തുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.